വിജയ്, തമിഴ് നടൻ വിജയ്, ജോസഫ് വിജയ് ചന്ദ്രശേഖർ മുഴുവൻ പേര് അങ്ങനെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ. അപ്പം സിനിമാഭിനയം നിർത്തുന്നു, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. അതിനു മുമ്പ് അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പേര് പ്രഖ്യാപിച്ചില്ല, ചിത്രത്തിന്റെ ഡയറക്ടർ ഇന്നലെ മകുടം എന്ന് പറയുന്ന അവാർഡ് ദാന ചടങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കവേ എച്ച് വിനോദ് എന്ന് പറയുന്ന തമിഴിലെ ഒരു പ്രധാനപ്പെട്ട സംവിധായകൻ അദ്ദേഹം പറഞ്ഞു, എനിക്കൊപ്പമാണ് വിജയ്, അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായിട്ട് 69ാമത്തെ ചിത്രം ചെയ്യുന്നത് എനിക്കൊപ്പമാണ് എന്ന് ഇന്നലെ മകുടം അവാർഡ് പ്രഖ്യാപിച്ചു അദ്ദേഹം. അത് വലിയൊരു ഞെട്ടലാണ്. അത് വേറെ എങ്ങും പോലും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ചിന്തിക്കുന്നത്. ഇദ്ദേഹം 2013 നമ്മുടെ സതുരംഗ വേട്ട എന്ന് പറഞ്ഞിട്ട് മനോഹരമായൊരു പടം ചെയ്ത ഒരാളാണ്. പിന്നെ അജിത്തിനെ വെച്ച് സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഈ എച്ച് വിനോദ്. അജിത്തിനോടാണ് പുള്ളിക്ക് താല്പര്യം. പക്ഷേ അവസാന സിനിമ ചെയ്ത് വിജയുടെ സിനിമ ആണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്, 69ാമത്തെ ചിത്രം. അതിൽ വലിയൊരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞു, ഇതിൽ രാഷ്ട്രീയ സിനിമ അല്ല എന്ന് പറഞ്ഞു. അല്ല, പൊളിറ്റിക്സ് പറയുന്നില്ല എന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ആണെന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ സിനിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ കൂടെയുള്ള ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വിജയുടെ ചിത്രമാണ് വരാൻ പോകുന്നത്. അതൊരു ടൈം ട്രാവലർ ആണെന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇനി വർഷങ്ങൾക്ക് മുന്നോട്ട് പോയി ഇനി ആരെങ്കിലും രക്ഷിക്കാനാണോ അതോ വർഷങ്ങൾക്ക് പുറകോട്ട് പോയി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുമുള്ള ഇന്ത്യയിൽ ആരെങ്കിലും രക്ഷിക്കാനുള്ള പരിപാടിയാണോ എന്നറിയില്ല. അത് എല്ലാ ചിത്രത്തിലും അദ്ദേഹം ഒരു രക്ഷകനാണല്ലോ. അപ്പോൾ ഈ ടൈം ട്രാവൽ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന പരിപാടിയാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. വെങ്കട് പ്രഭു ആയതുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായി സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഈ വെങ്കട് പ്രഭുവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു, ഈ വിജയും അജിത്തും. ഒരു വികടൻ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉണ്ടറിയോ? തമിഴ് മാധ്യമമാണത്. അതിൽ വെങ്കട് പ്രഭു പിന്നെ ഇത് വന്നിരുന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഇവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവർ അടുത്ത സുഹൃത്തുക്കളാണ്, ഇവർ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകളോളം സംസാരിക്കുന്നവരാണ് ഈ അജിത്തും വിജയും എന്നൊക്കെ വെങ്കട് പ്രഭു പറഞ്ഞു. വെങ്കട് പ്രഭു പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് അത് കുറച്ചുകൂടി വിശ്വാസമായി. വെങ്കട് പ്രഭുവിനോട് ഇപ്പോൾ അജിത്ത് വിളിച്ചിട്ട് പറഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതാണ്. വെങ്കട് പ്രഭു പറയുന്നത്, ഞാനാണ് അടുത്ത വിജയുടെ സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നടൻ അജിത്ത് വിളിച്ച് പറഞ്ഞത്, മങ്കാത്ത ഉണ്ടല്ലോ, അജിത്തിന്റെ എക്കാലത്തെ ഹിറ്റുകളിലൊന്നാണ് മങ്കാത്ത. തമിഴ്നാടിനെ ഇളക്കി മറിച്ച പടമാണ്. അതിന്റെ BGM ഒക്കെ ഒരു BGM ഇപ്പോഴും അതൊരു തരംഗം തന്നെയാണ് ഇപ്പോഴും അതിന്റെ മങ്കാത്തയുടെ BGM ഒക്കെ. അപ്പോൾ മങ്കാത്തേക്കാൾ 100 ഇരട്ടി മനോഹരമായിരിക്കണം ഈ സിനിമ, വിജയുടെ സിനിമ എന്ന് അജിത്ത് പറഞ്ഞെന്ന് എന്നാണ് വെങ്കട് പ്രഭു. അജിത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, ഇവർ പരസ്പരം അങ്ങനെ ഒരു നല്ലൊരു ഇതല്ല. മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും നല്ല സുഹൃത്തുക്കളാണല്ലോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ വിഷയമൊക്കെ ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും അവർ അങ്ങനെയാണ്. ഫാൻസുകാരാണ് ഇവിടെ തമ്മിൽ തല്ലാറുള്ളത്. അവർ തമ്മിൽ നല്ല സൗഹൃദമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവിടെ നേരെ തിരിച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചു. ഇവർ തമ്മിൽ പരസ്പരം അത്ര ചങ്ങാത്തത്തിൽ അല്ല എന്നാണ് കരുതുന്നത്. പക്ഷേ വെങ്കട് പ്രഭു പറയും, ഇവർ അടുത്ത സുഹൃത്തുക്കളാണ്, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലല്ല, നിങ്ങൾ ഈ ഫാൻസുകാർ വെറുതെ ആണ് തമ്മിൽ തല്ലാൻ നിൽക്കേണ്ട, അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ആശുപത്രി കഥയും കൂടെ അന്ന് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെങ്കട് പ്രഭു. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ആശുപത്രിയിൽ അജിത്ത് ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന് പരിക്കേറ്റ്, ഒരു ചിത്രീകരണത്തിനിടെ പരിക്കേറ്റല്ലോ, അജിത്തിന് പരിക്കേറ്റു. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ വെങ്കട് പ്രഭു അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടെ ചെന്നു, ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് വിജയ് ഫോണിൽ വിളിച്ചു, വെങ്കട് പ്രഭുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ വെങ്കട് പ്രഭു പറഞ്ഞു, ഞാൻ ഇതുപോലെ അജിത്തിനെ കാണുന്നതിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അജിത്തിൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അജിത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അദ്ദേഹം ഫോൺ ഇങ്ങനെ ഉപയോഗിക്കാത്തൊരു നടനാണ്. നമ്മുടെ ഈ ആസിഫ് അലിയുടെ വേറൊരു പതിപ്പാണ്. ഈ ആസിഫ് അലി ഫോൺ ഉപയോഗിക്കത്തില്ല. നമ്മുടെ നടൻ ആസിഫ് അലി, അദ്ദേഹത്തിന് ഫോൺ അലർജിയാണ്. അദ്ദേഹത്തെ ഈ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് സിനിമ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാർ. അദ്ദേഹത്തെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഫോണിൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തപ്പോൾ ഈ വെങ്കട് പ്രഭു ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഏതാണ്ട് 10-20 മിനിറ്റിനും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ സംസാരം കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇവർ ഇത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ തമാശ പറയുന്നു, ചിരിക്കുന്നു, അവർ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അവിടെ എന്താണ് ഈ പ്രശ്നം എന്നറിയാമോ? അവിടെ തമിഴ്നാട്ടിൽ ഈ ആരാധകർ തമ്മിൽ തല്ലും. അവിടെ ഈ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ അടിയും ബഹളമാണ് ഇവർ തമ്മിൽ.
അതെ അതെ അത് ആ ഒരു വിഷയം അവിടെ നടക്കുന്നത് വലിയ കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഒന്ന് തെറിവിളിയുള്ളൂ. അവിടെ അങ്ങനെയല്ല, അവിടെ കയ്യാങ്കളിയാണ്. അവിടെ കയ്യാങ്കളിയാണ്. അതൊരു പിന്നെ ഒരു സിനിമയ്ക്കകത്ത് ഇതെടുത്ത് തമാശയാക്കിയിട്ടുണ്ട് ഇവരുടെ ഫാൻസുകാരുടെ മണ്ടത്തരങ്ങളെ കുറിച്ച്. തമിഴ് സിനിമ ഇവരുടെ ഫാൻസുകാരെ കളിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കളിയാക്കിയ ഒരു സിനിമ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ 69ാമത്തെ ചിത്രമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പേരൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വിജയ്, ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ സിനിമ രാഷ്ട്രീയം പറയുന്നില്ല. അതൊരു വളരെ ഞെട്ടലുള്ള സംഭവമല്ല. അദ്ദേഹം എല്ലാ സിനിമയിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. 2013 മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. GST, പിന്നെ വോട്ടിലെ തിരിമറി, അട്ടിമറി, ഇതെല്ലാം പറഞ്ഞിട്ട് വെച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ, അത് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ അപ്പോൾ അവസാനത്തെ സിനിമയിൽ കൊമേഴ്ഷ്യൽ സിനിമയാണ്, രാഷ്ട്രീയം പറയുകയില്ല എന്ന് അതിന്റെ സംവിധായകൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ എച്ച് വിനോദിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം റൈറ്ററും കൂടാണ്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ പിന്നെ ആദ്യം ശ്രദ്ധിക്കുന്ന ഈ ഗോലിസോഡ എന്നൊക്കെ പറഞ്ഞ സിനിമയുണ്ട്. അതിലൊക്കെ ഇദ്ദേഹം അസിസ്റ്റ് ചെയ്ത പടങ്ങളാണ്. ആ അസിസ്റ്റ് ചെയ്തെങ്കിൽ പോലും അതിൽ നല്ലൊരു റോളും ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ് എന്നാണ് അവിടെ പൊതുവെ പറയപ്പെടുന്ന ഒരു കഥ. ഈ അജിത്തിന്റെ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ നടി തൃശ്ശ ഉണ്ടല്ലോ, നടി തൃശ്ശ പിന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നുകൊണ്ട് അവരോട് അവരുടെ ഫോണിൽ ഓരോരുത്തരുടെയും പേര് എന്താണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അജിത്തിന്റെ നമ്പർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഫോൺ ഉപയോഗിക്കത്തില്ല, തൃശ്ശൂർ അജിത്ത് ഫോൺ ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല സുഹൃത്താണെങ്കിൽ ഈ പറയുന്ന പോലെ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അജിത്ത് വന്ന് നിന്ന് ഒരു ആശംസയെക്കാണ് നേർന്നു കഴിഞ്ഞാലേ, ഇവരുടെ രണ്ടുപേരുടെ കൂടെ ഫാൻസ് അവിടെ ചേർന്ന് കഴിഞ്ഞാലേ തമിഴ്നാട് മറ്റേ ഒരു സർക്കാരിനെ വേണം അട്ടിമറിച്ച് കളയാം. DMK എന്നുള്ള സർക്കാരിനെ വേണമെങ്കിൽ അവിടെ ഇവരുടെ രണ്ടുപേരുടെ ഫാൻസ് ഒന്ന് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ സർക്കാരിനെ പിടിച്ച് താഴെ കളയാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫാൻ ബേസ് ഉണ്ട് ഇവരോട് ഈ ആ ഒരു മേഖലയിൽ. അപ്പോൾ അവസാനത്തെ സിനിമ വരുന്നു, വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആ DMKയും എല്ലാവരും ആകാംക്ഷയോട് അദ്ദേഹത്തെ ഇങ്ങനെ സിനിമ പോലെ ഒരു ആകാംക്ഷ ഉണ്ടാക്കി വെക്കുന്നത്. അദ്ദേഹം ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ് ഈ വിജയ്. അന്ന് ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രദ്ധിച്ചോ, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിജയ് വോട്ട് ചെയ്യാൻ പോകുന്നു. വിജയുടെ കാറിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരുടെ കാത്ത് നിന്നപ്പോൾ വിജയ് പിന്നെ ഗേറ്റ് തുറന്ന് സൈക്കിൾ എടുത്തുകൊണ്ടെന്ന് ചവിട്ടി അങ്ങ് അവിടെ ചെന്നു, ഈ വോട്ടിംഗ് കേന്ദ്രത്തിൽ ചെന്നു. അതുപോലെ ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അദ്ദേഹം ഏത് സമയത്ത് എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടാൽ ഈ മനുഷ്യൻ പിന്നെ എന്ത് ചെയ്യും? സിനിമയിലേക്ക് തിരിച്ചു വരുമായിരിക്കും. ജോണേട്ടൻ എന്താ തോന്നുന്നത്? രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടാൽ സിനിമയിലേക്ക് തിരിച്ചു വരും. രാഷ്ട്രീയത്തിൽ വിജയിച്ചവരാരൊക്കെ ഉണ്ട്? വിജയിച്ചവർ MGR, ജയലളിത, വിജയകാന്ത്, 3 പേരേ ഉള്ളൂ. ശിവാജി ഗണേശൻ, ഖുശ്ബു, കമൽഹാസൻ, രജനീകാന്ത് ഇറങ്ങുന്നെന്ന് പറയാൻ ഇറങ്ങിയില്ല. ഇവരെല്ലാവരും പരാജയപ്പെട്ടവരാണ്. അവിടെയാണ് വിജയ് ഇറങ്ങി വരുന്നത്. അതോ അദ്ദേഹം പറയുന്നു ഇവരാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇനി സിനിമ ചെയ്യത്തില്ലെന്ന്. ഇവരാരും പറഞ്ഞിട്ടില്ല ഞാൻ സിനിമ അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നതെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. വൈകാരികമായ ഒരു ആളുകളുടെ ഹൃദയത്തിൽ കടന്നു കയറാനുള്ള ഒരു ഇതായിരിക്കും. പക്ഷേ ഇത് സിനിമ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇത്രയും ആരാധകരുണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ട്. ആത്മഹത്യയൊക്കെ ചെയ്ത് കളയുവാണെങ്കിൽ അവർ. അപ്പോൾ ആ വിങ്ങൽ ഒട്ടായി മാറ്റാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സിനിമയില്ല, എന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലോട്ട് ചേരാം. അതെ അതായിരിക്കും അദ്ദേഹം. അല്ല ഈ വന്നവരെ പോലൊന്നും അല്ല വിജയ്ക്ക് ബുദ്ധിയുണ്ട്. വിജയ് വളരെ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ഏതാണ്ട് 2013 മുതൽ, ഞാൻ പറഞ്ഞ പോലെ 2013 മുതൽ തന്നെ ഈ 2026 തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്ലാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ടിന് മുമ്പ് അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയ ആളാണ് വിജയ്. വിജയ്ക്ക് അതിനുവേണ്ടി ചെയ്യാനുള്ള ആളുമുണ്ട്, ബലമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഒരു തരംഗമായി മാറുമോ എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ചിത്രം ഈ ടൈം ട്രാവൽ ചിത്രമാണല്ലേ? വരാൻ പോകുന്ന ടൈം ട്രാവൽ ആണ്. അതായത് ടൈം ട്രാവൽ ചെയ്ത് അതിന്റെ ചിത്രീകരണത്തിനാണ് തോന്നുന്നു കേരളത്തിലൊക്കെ വന്നത്. അതെ ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന പരിപാടിയാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എവിടെ പോയി ആരെ ഇനി രക്ഷിച്ചുകൊണ്ട് വരുന്നൊന്നും പുള്ളിയുടെ സിനിമ ശ്രദ്ധിച്ചിട്ടില്ലേ? പുള്ളി എല്ലാത്തിലും രക്ഷകരാണ്. എനിക്കൊന്നും അത് ഗില്ലിയിൽ തുടങ്ങിയാന്ന് തോന്നുന്നു. അതിന് മുമ്പേ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കുറെ ആദ്യകാല പടങ്ങളിലൊന്നും അങ്ങനെ രക്ഷകന്റെ അല്ല, ഒരു ചോക്ലേറ്റ് കാമുകനായി ഹീറോ. അതെ ഒരു ചോക്ലേറ്റ് കാമുകനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത് കൊണ്ടുവന്നിട്ട് ഈ ഗില്ലി കൊണ്ടുവന്ന്
ഇറക്കിയത്. ദില്ലി ഒരു തരംഗം തന്നെയായിട്ട് അങ്ങ് മാറി. അതിൽ പിന്നെ പുള്ളി രക്ഷകനിൽ നിന്ന് മാറാൻ തയ്യാറായി. റീ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെ അത് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. അത് റീ റിലീസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ചുമ്മാ അതിന്റെ എന്തെങ്കിലും ചെറിയൊരു സീനെങ്കിലും കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറത്തില്ല ആൾക്കാർ. അത് മറ്റൊരു ഭാഷയിലുള്ള സിനിമയാണ്. അത് പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മാറ്റി ചെയ്തതാണ്. പക്ഷെ അത് മറ്റേതിനൊക്കെ തകർത്തത് അങ്ങ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി കളഞ്ഞ പടം. വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി നല്ല എന്താ പറയുക തകർത്തിരിക്കുകയാണ് ആ പടം മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്തായി ഈ വെങ്കട് പ്രഭുവിൻ്റെ സിനിമയിലാണ്. വെങ്കട് പ്രഭു ഈ പറയുന്ന ടൈം ട്രാവലിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. വെങ്കട് പ്രഭുവിൻ്റെ ഇച്ചിരി ടൈം ട്രാവലാണ് വെങ്കട് പ്രഭു. അദ്ദേഹത്തിനും ടൈം ട്രാവലിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ടൈം ട്രാവൽ ചെയ്തിട്ട് പിന്നെ രക്ഷിക്കാനേ പറ്റത്തുള്ളൂ. പുള്ളി ഏതിലും രക്ഷകനാണ്. ഇതിലും മിക്കവാറും രക്ഷകനായിരിക്കും. അടുത്ത ഇനിയിപ്പോൾ എച്ച് വിനോദിൻ്റെ പടം കൊമേഴ്ഷ്യലാണെന്ന് പറയുന്നു. അതിൽ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതെ.